മുന്നേ ലൈവിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. പുറത്തുനിന്ന് വന്നവർ അക്ബറിന് പറഞ്ഞു കൊടുക്കുന്ന ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യം. എനിക്കെന്തോ പാവം തോന്നി. പക്ഷേ സത്യം കള്ളം നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മിക്സ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ വിഷയം എന്നുള്ളത് ഞാൻ പറയാം. ആ ലൈവിൽ നടന്ന കോൺവെർസേഷൻസ് പറയാം. ആര്യൻ, ബിന്നി, അപ്പാനി, അക്ബർ, ഇവർ നാലുപേരുമാണ്. ഇവരുടെ കോൺവെർസേഷനിലേക്ക് ജിസയിൽ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് സീൻ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഷാനവാസ് ഒരു പച്ചക്കള്ളം പറഞ്ഞോ, ഷാനവാസ് അഭിനയിച്ചോ, ബിഗ് ബോസ് ഷാനവാസിനൊപ്പം നിന്നോ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തോന്നും. എനിവേ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഷാനവാസിന്റെ നെഞ്ചത്തേക്ക് ആ ഒരു പാലിന്റെ കവർ എടുത്ത് എറിഞ്ഞ് നെവിനൊരു വിഷയം ഉണ്ടാക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ ഷാനവാസ് തളർന്ന് കണക്ക് വീഴുന്നു, വിയർക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയോ അത് വോയിസിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഈ പറയുന്ന കണക്ക് ഏഷ്യാനെറ്റ് അതെനിക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചതാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന, നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആ സമയം തൊട്ട് തന്നെ ഷാനവാസ് ഒരു സീരിയൽ നടനാണ് എന്നൊക്കെ പറയുന്ന കണക്ക് ഷാനവാസിന് പെട്ടെന്ന് കരഞ്ഞ് അഭിനയിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്ന നടനാണ് എന്നൊക്കെ പറഞ്ഞ് അന്നും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോ ബിന്നി ഒരു ഡോക്ടറാണ്. അപ്പൊ ബിന്നിയും ആര്യനും ഒക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് അക്ബറിന് പറഞ്ഞു കൊടുക്കുന്ന, അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാലിന്റെ കവർ, അതും ഒരു ഫുൾ കവറൊന്നും അല്ല, അതെടുത്ത് എറിയുമ്പോൾ തന്നെ ഷാനവാസ് അത്രയും വീക്കായി വീഴുന്നുണ്ട്. അത് സ്ട്രെസ് കൂടിയിട്ടായിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ അക്ബർ പറയുന്നുണ്ട്, ഇല്ലടാ അങ്ങനെയല്ലടാ, സ്ട്രെസ് കൂടിയിട്ടല്ല, ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് പോയതാണ്, അത് വന്ന് വീണ് അവിടെ ഇപ്പോഴും നീരടിച്ച് കിടപ്പുണ്ട്, അതെന്തോ സ്റ്റെമ്മിനകത്ത് കൊണ്ടു, അത് അത്രയും ഹാർട്ടിലാണ് എന്ന് ഇങ്ങനെ അക്ബർ പറയുകയാണ്. അക്ബറിനോട് ഷാനവാസ് റിവീൽ ചെയ്ത കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സ്കിന്നുണ്ട്, സ്കിന്നിനകത്ത് റിബ്സ് ഉണ്ട്, റിബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ബോൺ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ എല്ലാം എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുകയാണ് ഹാർട്ട്. അപ്പൊ ഈ ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഇതെടുത്ത് എറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു ദിവസം ലാലേട്ടൻ വന്നതിന് ശേഷം ഷാനവാസ് തിരിച്ചു വന്നിട്ട് തിങ്കളാഴ്ച തൊട്ടുള്ള ഒരു ഗെയിം വരുമല്ലോ. അപ്പം ആ ആഴ്ചയാണ് ആര്യൻ എവിക്റ്റ് ആയത്. അപ്പൊ ആര്യൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് ആകെ ഷോക്കിംഗ് ആയി പോയി, ഷാനവാസുക്കാക്ക് ഈ സംഭവിച്ച ആ ഒരു ദിവസം ഞാൻ എവിക്റ്റ് ആയി പോകുന്നു, അപ്പൊ ഞാൻ ഇത് കാരണം എനിക്ക് ഭയങ്കര ഉറങ്ങാൻ പോലും പറ്റിയില്ല, ഞാൻ ചെന്നുടനെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആര്യൻ കുറച്ച് ഇത് പറയുന്നുണ്ട്. കാരണം അത് ആര്യൻ എന്നല്ല, അത് ആരാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആഴ്ച സംഭവിച്ചത് വെച്ചാണോ? മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു, ഈ ആഴ്ചത്തത് വെച്ചിട്ടല്ല, മൊത്തത്തിലുള്ള ഒരു കാര്യം നോക്കിയിട്ടാണ് ഓഡിയൻസ് വോട്ട് തരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യന്റെ ആ ഒരു എവിക്ഷൻ നടന്ന സമയത്ത്.